ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ജേണൽ മേക്കിംഗ് ആണ്. സോ നമ്മൾ നോർമൽ ജേണലല്ല, ഒരു വിൻറ്റേജ് ജേണലാണ്. അപ്പം ആദ്യം തന്നെ ഞാൻ ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ 2025 ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. അതാണ് ടു ഡു ലിസ്റ്റിന് 2025 എന്നൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പം ആദ്യം എന്തൊക്കെ ചെയ്യേണ്ടത്, ഇന്നത്തെ ദിവസം എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ ഞാനൊന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞത് എൻ്റെ ഒരു ബർത്ത്ഡേ ദിവസം കൂടി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര എനർജി ആയിരുന്നു. അതിൽ ഒരു എനർജി ആയിരുന്നു ഇതേപോലെ ഒരു ജേണൽ മേക്കിംഗ് എന്നുള്ളത്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് A4 ഷീറ്റ്സ് ഒന്നും വേണ്ട. ഇത് നമ്മുടെ പഴയ നോട്ട്ബുക്കിൻ്റെ പേജസ് തന്നെ നമുക്ക് ധാരാളമാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം എല്ലാ പേജസും അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഓരോന്നായിട്ട് ഇതുപോലെ സെൻറ്റർ മടക്കി കൊടുക്കുക. അത്യാവശ്യം കുറേ പേജസ് ഞാൻ അതിന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ സെൻറ്റർ മടക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സെൻറ്റർ മടക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ വെച്ച പേപ്പറിൻ്റെ 3 സൈഡും കൈ കൊണ്ട് ഒന്ന് ചീന്തി കൊടുക്കുക എന്നുള്ളത്. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് ഇത് നോക്കിയാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ വിൻറ്റേജ് എന്ന് പറയുന്നത് അതാണല്ലോ, ഒരു പഴയ ലുക്കിലോട്ട് പോകുന്ന ഒരു തീമാണല്ലോ വിൻറ്റേജ്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ചീന്തി കൊടുക്കുന്നത്. സൈഡ്സ് ചീന്തി കൊടുക്കുമ്പോൾ ഒരു വലിക്കാണ്ട് വലിച്ചെടുക്കാമെന്ന് വിചാരിക്കരുത്. കാരണം അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജേർണലിൻ്റെ ആ പേപ്പർ മൊത്തത്തിൽ കീറിപ്പോകും. അപ്പം സാവധാനം കുറച്ച് ഒരു ബേൺ പേപ്പേഴ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ചെയ്ത പോലെ തന്നെയാണ് എല്ലാ പേപ്പേഴ്സും നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെയൊക്കെ എഡ്ജസ് കട്ട് ചെയ്ത് ചീന്തിയോണ്ട് തന്നെ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും. അതൊക്കെ പോട്ടെ. അപ്പം നമ്മളെ സാധനം ഭയങ്കര നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ടാവും. ഇതോടെ നമ്മൾ ജേണൽ ഇവിടെ റെഡി ആയിട്ടില്ല, പേജസ് മാത്രമേ റെഡി ആയിട്ടുള്ളൂ. പേജസും ശരിക്കും റെഡി ആയിട്ടില്ല. ഇനി അതിന്മേൽ കുറച്ച് പണിയൊക്കെ ഉണ്ട്, വിൻറ്റേജ് ലുക്കിലോട്ട് വരണ്ടേ. അപ്പം ആദ്യം നമ്മൾ വേസ്റ്റൊക്കെ ഒന്ന് അവിടുന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ ചായപ്പൊടി കലക്കിയിട്ടുള്ള ഒരു വെള്ളം കൊണ്ടിട്ട്, അതായത് നമ്മൾ ചായ ഉണ്ടാക്കണില്ല, നമ്മൾ ഷുഗർ ചേർക്കുന്നില്ല. ഷുഗർ ഇടുന്ന അളവിൽ നമ്മൾ കൂടുതൽ ചായപ്പൊടിയാണ് അതിൽ ആഡ് ചെയ്യുന്നത്. ഈ ചായ നല്ലോണം തിളപ്പിക്കണം, അപ്പോഴാണ് ഈ ഒരു കടും കളറായിട്ട് വരുള്ളൂ. അതൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം ഇതേപോലെ ഒരു പരന്ന ഒരു പാത്രത്തിൽ നമ്മൾ ഈ ചായൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പേപ്പറുകളൊക്കെ ഓരോന്നായിട്ട് ഇതിലൊന്ന് വെച്ചെടുക്കുക. എന്നിട്ട് അതിങ്ങനെ എല്ലായിടത്തേക്കും സ്മഡ്ജാക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് A4 ഷീറ്റല്ല, നമ്മൾ നോർമലി നോട്ട്ബുക്കിൻ്റെ പേപ്പറാണ്. അപ്പം കീറിപ്പോകാൻ വളരെയധികം സാധ്യതയാണ്. ബട്ട് അത് കീറിപ്പോകുന്നില്ല, നമ്മൾ സൂക്ഷിച്ചാൽ നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ. അപ്പം എൻ്റെത് ഞാൻ 2 പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പക്ഷെ അതൊന്ന് കീറിപ്പോയിട്ടൊന്നുമില്ല, നല്ല വൃത്തിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നോട്ട്ബുക്കിൻ്റെ പേജസാണ്, കീറിപ്പോകുമെന്ന് വിചാരിച്ച ആരും എന്ത് ചെയ്യേണ്ട, ചെയ്യാതിരിക്കേണ്ട, നല്ല സുഖമാണ്. പിന്നെ ലാസ്റ്റത്തെ ഒരു പേപ്പർ നമ്മൾ അതിൻ്റെ വെച്ചിട്ട് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കി വന്നിട്ടുള്ള ചായൻ്റെ വെള്ളമൊക്കെ ഒന്ന് അതിൻ്റെ മുഖത്ത് എല്ലാ ഭാഗത്തും ആയിട്ടൊന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ സൂക്ഷിക്കുക, ഈ ചായപ്പൊടി അതിൽ വികാതെക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം അത് അതിലായാൽ കുറച്ചൊക്കെ പണിയാണ്. ഒരു തരി അയിമിൽ നമ്മുടെ പേപ്പേഴ്സിലൊക്കെ ഉണ്ടാവും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് കുറച്ച് വിൻറ്റേജ് ആയിട്ട് ഡാർക്കിഷ് കളറായിട്ട് കിട്ടും. ഈ സാധനം ഇതിൽ നിന്ന് എടുക്കുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം, കാരണം കീറിപ്പോകാൻ ഭയങ്കര സാധ്യതയുണ്ട്. കാരണം നമ്മൾ പൊതർന്ന് കിടക്കുകയാണല്ലോ പേപ്പർ അതിൽ. അപ്പം നല്ല വൃത്തിയിലെടുക്കണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ടേബിളൊക്കെ ഒന്ന് ക്ലീനാക്കി എല്ലാം അതിൽ വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് കയ്യിലുള്ള ഫാനൊക്കെ ആയിട്ട് ഞാനൊന്ന് വീശി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും ആവാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിൽ എക്സസായിട്ട് നിൽക്കുന്ന വെള്ളങ്ങളൊക്കെ ഞാൻ ഊപ്പിയെടുക്കുന്നുണ്ട്. ഊപ്പിയെടുത്തതിന് ശേഷം ഞാനൊരു ഫാനിൻ്റെ ചോട്ടിൽ കൊണ്ട് വെച്ചിട്ടാണ് ഇരുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു ചെറിയ മണി ബോക്സ് ഉണ്ടാക്കാമെന്ന്. വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം തിന്നിട്ടുള്ളതായിരുന്നു ഇത്. അപ്പം ഇതുമേൽ കുറേ എഴുത്തൊക്കെ ഉണ്ടായതുകൊണ്ട് ഇതിപ്പോൾ എങ്ങനെ പോക്കും എന്നൊക്കെ ഞാൻ ഒരുപാട് ആലോചിച്ചു. അപ്പം ഇതൊരു സ്റ്റിക്കറല്ല, അപ്പോൾ ഇതെങ്ങനെ പോകുന്ന ഒരുപാട് ആലോചിച്ചതിന് ശേഷം പിന്നെ എനിക്കൊരു ഐഡിയ കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഇതാണ് ആ സാധനം, നമ്മുടെ പെർഫ്യൂം. ഈ പെർഫ്യൂം ഒരു മാജിക്കൽ പവർ ഉണ്ട് അതിന്. ആ മാജിക്കൽ പവറാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്.
പെർഫ്യൂം ഈ കാണുന്ന ഐസ്ക്രീം പാട്ടമക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു ക്ലോത്ത് വെച്ചിട്ട് അതൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അതിനുള്ള മഷിയൊക്കെ ഒന്ന് ഇളകി പോണത്. അതേപോലെ എല്ലാ ഭാഗത്തും ഇതാക്കിയാൽ ഇതേപോലെ നമുക്ക് വൈപ്പ് ചെയ്യാം. അപ്പം നമ്മൾ ഈ സ്പ്രേ നമ്മൾ ഈ എയ്ത്തുമൊക്കെ തട്ടുമ്പം അതൊന്ന് മഷി ഇളകി വരുന്നുണ്ട്. ആ ഇളകി വരുമ്പോൾ തന്നെ ഇത് മൊത്തത്തിൽ വൈപ്പ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡപ്പ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗം നിങ്ങൾക്ക് കാണുന്നുണ്ടാക്കും, ഒക്കെ പോയിട്ടുണ്ട്. അത് കുറേ പണിയൊന്നും കേട്ടു, 2 മിനിറ്റ് കൊണ്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇത് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോട്ടിലിന് കാണാൻ ഭയങ്കര രസമായിട്ട് നല്ല പ്ലെയിൻ ആയിട്ടുള്ള നല്ലൊരു ബോട്ടിൽ കിട്ടും. അപ്പോൾ ഇതുപോലെ എയ്ത്തൊക്കെ ഉണ്ട് വിചാരിച്ചിട്ട് ആരും ഇനി ഇതൊന്നും ചെയ്യാതെ കണ്ട. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡപ്പ ഉണ്ടെങ്കിൽ വേഗം എടുത്തിട്ട് പോരാം. ഇനി ഡേറ്റ് ഒക്കെ കഴിഞ്ഞ പെർഫ്യൂം ഉണ്ടെങ്കിൽ ഒഴിവാക്കണ്ട. ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ കുറേ ഉപയോഗങ്ങളുണ്ടല്ലോ. പിന്നെ ഇതിന്മേലുള്ള അതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതേപോലെ ഒരു പെന്ന് വെച്ചിട്ട് നമുക്ക് ഇതൊരു മണി ബോക്സ് ആണല്ലോ, അപ്പം ഇതിൽ ക്യാഷ് ഇടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് പേന കൊണ്ട് ഞാൻ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കട്ടർ വെച്ചിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ മെയിനായിട്ട് ശ്രദ്ധിക്കണം, കട്ടർ വെച്ച് കട്ട് ചെയ്യുമ്പം സൂക്ഷിക്കണം. കാരണം അനുഭവം ഗുരു എന്നാണല്ലോ, എൻ്റെ സൈഡ് കണ്ടില്ല നിങ്ങൾ പൊട്ടിയത്. അപ്പം അങ്ങനെ വരാതെക്കാനാണ് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ പറയുന്നത്. ഈ കട്ടറുമ്മൽ ഒന്ന് ലൈറ്റർ വെച്ചിട്ട് ചൂടാക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടും. പിന്നെ ഒന്നും കൂടി നിങ്ങൾക്ക് ക്യൂട്ടാക്കണമെങ്കിൽ ഇതേപോലെ കുറച്ച് കവായി സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കിയ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചെടുക്കാം. അപ്പം ഇതിൽ നിന്ന് നല്ല രസമുള്ളൊരു സ്റ്റിക്കർ തന്നെ ഞാൻ നോക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഡപ്പൻ്റെ മുകളിൽ ഞാൻ, അതായത് നമ്മൾ മണി ബോക്സിൻ്റെ മുകളിൽ ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ചില്ലറ ഇട്ടെടുക്കണേന് നമ്മളോട് ഈ ചില്ലറകൾ അല്ല ഈ ബോക്സുകൾ നമ്മളോട് താങ്ക് യു എന്ന് പറയണമല്ലോ. അപ്പോൾ അങ്ങനെ താങ്ക് യു എന്ന് എഴുതിയിട്ടുള്ളൊരു സ്റ്റിക്കറാണ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വായ പോലെ, വായ 2 കണ്ണ് എന്നുള്ള പോലെ ഞാൻ 2 സ്റ്റിക്കർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം സിമ്പിളായിട്ടുള്ളൊരു മണി ബോക്സ് റെഡിയായി. ചില്ലറകളൊക്കെ ഇട്ടെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മണി ബോക്സാണ്. അപ്പോൾ കയ്യിലൊന്ന് ഇടാനുള്ള ചില്ലറ പൈസകൾ കണ്ടില്ല, അപ്പോൾ ഞാൻ കിട്ടിയ 9 പൈസ ഇട്ടതാണ്. അപ്പോൾ ഇതുണ്ടാക്കി കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ നേരത്തെ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളെ പേപ്പറുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കളറുണ്ട്, നല്ല കട്ടിയുണ്ട്. നമ്മളെ നോർമൽ പേപ്പർ നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് എത്ര കട്ടി ഉണ്ടായിരുന്നു അതിനേക്കാൾ ഇരട്ടി കട്ടി നമുക്ക് കിട്ടും. അപ്പം നല്ല വിൻറ്റേജ് ആയിട്ടുള്ള പേപ്പേഴ്സ് അവിടെ റെഡി ആയിട്ടുണ്ട്. ആ ടൈമിൽ ഭയങ്കര സൺലൈറ്റ് ഒക്കെ ഉണ്ടായിനി. അപ്പം വീഡിയോയിൽ കാണാനും നല്ല ഭംഗി ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം തന്നെ ഈ പേപ്പറിൻ്റെ സെൻറ്റർ മടിക്കൊണ്ട് നമുക്ക് നല്ല സിമ്പിളായിട്ട് എല്ലാ പേപ്പറിൻ്റെയും സെൻറ്റർ നമുക്ക് മടക്കാവുന്നതാണ്. അപ്പം എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഗ്ലൂ വെച്ചിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട് നമുക്ക് ബുക്കാക്കി എടുക്കുന്ന. പക്ഷെ ഞാൻ ആ മെത്തേഡല്ല കേട്ടോ ചെയ്യുന്നത്, ഞാൻ വേറൊരു മെത്തേഡാണ് ചൂസ് ചെയ്യുന്നത്. വലിയ മെത്തേഡെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയ രീതിക്കുള്ളത്. കാരണം ഒരു വ്യത്യാസമുണ്ട്, കാരണം അതൊരു തുന്നിയെടുക്കൽ പ്രോസസ്സാണ്. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് 3 സെറ്റ് ഓഫ് പേപ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നിൻ്റെ ഉള്ളിൽ ഒന്നായിട്ട് അത് വെച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇതേപോലെ ചെയ്തതിൻ്റെ ശേഷം എല്ലാം ഇതേപോലെ ചെയ്യണം. അപ്പം മൊത്തത്തിലാക്കി വരുമ്പം 6 സെറ്റായി കണ്ടുണ്ടാവും. എന്നിട്ട് അത് തുന്നിയെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് സൂചി നൂലെടുത്തിട്ട് കോർക്കുക. എന്നിട്ട് ആ 3 സെറ്റ് ഓഫ് പേപ്പർ എടുത്തിട്ട് നമ്മളൊന്ന് ഈ സൂചി വെച്ചിട്ട് അതൊന്ന് മെഷർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് തുന്നാനുള്ള പാകത്തിനുള്ള അളവിലൊന്ന് മെഷർ ചെയ്ത് കൊടുക്കുന്നുണ്ട് 2 സൈഡിലും. എന്നിട്ട് ഒരു സൈഡിൽ കൂടെ കുത്തിയിട്ട് ഉള്ളിൽ കൂടി വലിക്കുക. എന്നിട്ട് അത് മറ്റേ സൈഡിൽ മെഷർ ചെയ്ത ആ ഭാഗത്ത് കൂടെ പുറത്തേക്ക് വലിക്കുക. എന്നിട്ട് നമ്മൾ കെട്ട് കൂട്ടിയ ആ ഭാഗത്ത് കൂടെ ഒന്ന് സൂചി ഉള്ളിലേക്ക് കടത്തിയിട്ട് ഒന്ന് തമ്മിൽ ഒന്ന് കൂട്ടിക്കെട്ടി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സെയിം പ്രോസസ്സ് തന്നെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുക. പിന്നെ അത് നിർബന്ധമാണ് ഇങ്ങനെ തുന്നണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഗ്ലൂ വെച്ചിട്ടുള്ള നോർമലി നമ്മൾ ചെയ്യുന്ന രീതിക്ക് നമുക്ക് ചെയ്യാം. പക്ഷേ ഇത് പേജസ് ഒന്നും ഇളകി പോരരുത്, അതിലത്ര ഉറപ്പില്ല, ഗ്ലൂ തേച്ചാൽ അങ്ങനെ പോരുന്നാണ് തോന്നുന്നത് എന്നുള്ളവർക്ക് ഇത് ഭയങ്കര വലിയൊരു മെത്തേഡ് തന്നെയാണ്. ഇങ്ങനെ തുന്നിയെടുത്താൽ നമ്മളെ പേജസൊക്കെ നല്ല ഉറപ്പായിട്ട് തന്നെ അവിടെ നിന്നോളും. ഇപ്പം ഈ ബുക്കിൻ്റെ ഒരു കവർ പേജ് വേണമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു പഴയ ബാഗിൻ്റെ ലെതറാണ്. ഞാൻ ഒഴിവാക്കാൻ പോയ ബാഗിനെ ഞാൻ എടുത്ത് വന്നിട്ട് അതിൻ്റെ നല്ല ലെതർ ഭാഗങ്ങളൊക്കെ എടുത്ത് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും എടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ നോർമലി നമ്മൾ ബുക്കിൻ്റെ ചട്ട എങ്ങനെ ഉണ്ടാക്കണം അതേപോലെ ഉണ്ടാക്കിയിട്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഒന്നല്ല യൂസ് ചെയ്തിട്ടുള്ളത്, നമ്മൾ സെല്ലോ ടേപ്പ് ബ്രൗണ് അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നമ്മൾ സെല്ലോ ടേപ്പ് ഉണ്ടല്ലോ അതൊക്കെ യൂസ് ചെയ്യുക. പിന്നെ ഈ തുന്നിയ ബുക്കൊന്നും കൂടി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ തുന്നിയിട്ടും ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ശരിക്കും നിൽക്കുന്നുണ്ടായിരുന്നില്ല പേജസ് ഒന്നും.
അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്, പക്ഷേ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ചെരിഞ്ഞോ. അപ്പോൾ ഞാനൊന്ന് ഗ്ലൂ തേച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് രണ്ട് ചെയ്യണോണ്ട് നമുക്ക് എന്തായാലും ഉറപ്പിക്കരുത്, നല്ല ഭയങ്കര സ്ട്രോങ് ആയിട്ട് പേജൊന്നും ഇളകൂല എന്ന് ഉറപ്പിക്കും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഉണങ്ങിക്കോട്ടെ എന്നുള്ള ആ ടൈമിൽ ഞാൻ ടു ഡു ലിസ്റ്റിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ഉണങ്ങിയതിന് ശേഷം ആസ് യൂഷ്വൽ നമ്മൾ ഗ്ലൂ തേച്ച് നോർമൽ ബുക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഗ്ലൂ തേക്കുക, രണ്ട് സൈഡിലും ഒട്ടിക്കുക. എന്നിട്ട് അപ്പോൾ നമ്മൾ ബുക്ക് അങ്ങോട്ട് സെറ്റാവും. ബുക്ക് സെറ്റാവില്ല അതോടെ കഴിഞ്ഞിട്ടൊന്നും കേട്ടോ, ഇനി ചെറിയ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ നമ്മളെ ചട്ടൻ്റെ മുകളിൽ ഒരു ചെറിയ ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിക്കും. ഡിസൈൻ അങ്ങനത്തെ വലിയ ഡിസൈനൊന്നുമില്ല, ചെറിയൊരു സ്റ്റിക്കർ ഒട്ടിക്കാമെന്നുണ്ട്. അപ്പം ഈ സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്നതൊക്കെ ഞാൻ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ജ്വല്ലറി സപ്ലൈസ് ആണ്. സോ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടായി കാണാൻ ഞാൻ ലിങ്ക് ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വിൻറ്റേജ് ലേബിൾസ് ആണ്. അപ്പോൾ ആ വിൻറ്റേജ് ലേബിൾ വിൻറ്റേജ് ബുക്കിന് മാച്ച് ആയത് ഏതാണെന്നുള്ളത് ഞാനൊന്ന് ജസ്റ്റ് നോക്കുന്നുണ്ട്. എല്ലാം വെച്ച് നോക്കിയിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒന്ന് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലൂ തേച്ച് ഒട്ടിക്കുന്നുണ്ട്. ഈ ഒട്ടിക്കലോടൊന്നും എനിക്ക് മതിയായില്ല. എനിക്ക് ഇനിയും അതിനെ ആഡംബരമാക്കണം എന്നുള്ളത് കൊണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സാധനം, അത് എന്ത് സാധനം എന്നുള്ളത് എനിക്കത്ര അറിയില്ല, അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല, ഒരു ത്രെഡൊക്കെ പോലത്തെ ഒരു സാധനം. അപ്പം അതുകൊണ്ട് ഞാൻ മനസ്സിലൊരു ഇത് എനിക്ക് തോന്നി അതേപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ ചാംസൊക്കെ പോലെ ഇങ്ങനെ കെട്ടിയല്ലോ നമ്മൾ മുത്ത് കൊണ്ടുള്ള ചാംസൊക്കെ, അതേപോലെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ത്രെഡ് ഉണ്ട്. ഇത് എന്തോ നമ്മൾ മാക്സി അങ്ങനത്തെ ഡ്രസ്സൊക്കെ തയ്ക്കുമ്പോൾ അതിൻ്റെ നെക്കിൽ കൊടുക്കുന്ന എന്തോ ഒരു കയറാണ്. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ സൂചി കൊണ്ട് അതിങ്ങനെ കോർക്കാന്നൊക്കെയാണ് എൻ്റെ പ്ലാനിങ്ങിലും ഒന്നും ഒരു പ്രശ്നമില്ല, ചെയ്ത് വരുമ്പോഴും ഒന്നും പ്രശ്നമില്ല. ബട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പ്രശ്നം വന്നത്. കാണാൻ ഒട്ടും രസമില്ല, മാച്ചില്ല, വെറുതെ എന്തിനോ ടൈം വേസ്റ്റ് ആയ പോലായി. അപ്പം ഇതൊരു രസമില്ല എന്ന് തോന്നിയപ്പോൾ തന്നെ ഞാൻ അയച്ചു മാറ്റിയിട്ട് എൻ്റെ കയ്യിലൊരു ഫേക്ക് ലീഫ് ഉണ്ടായിരുന്നു. ആ ഫേക്ക് ലീഫ് ഞാൻ 2 വെച്ച് ഒന്ന് കൂട്ടി കെട്ടി കൊടുത്തിട്ടുണ്ട് ആ ത്രെഡ് തന്നെ. എന്നിട്ട് അത് നമ്മളെ ജേണൽ ബുക്കിൻ്റെ ചുറ്റും ചുറ്റിയിട്ട് ഒന്ന് ഉള്ളിലേക്കാക്കിയിട്ട് വിൻറ്റേജ് ബുക്ക് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടം. എനിക്കെന്തോ ഇതാദ്യം തോന്നാഞ്ഞത് എന്ന് വരെ എനിക്ക് മനസ്സിൽ വന്നു പോയി. കാരണം അത്രക്കും സിമ്പിളാണ് ഇത് ചെയ്യാൻ. അതേ എൻ്റെ ടൈം പോക്കി മുത്തൊക്കെ ഇട്ട് തുന്നിയതേ. അപ്പം അത് പോട്ടെ. ജേണൽ ബുക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആണ്, നല്ല അടിപൊളി പേജസ് ആണ്, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കടയിൽ നിന്നൊക്കെ വാങ്ങിയ ഒരു ചെറിയ ഫീലൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി ബുക്കാണ്. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം ആസ് യൂഷ്വൽ ഇനി നമ്മളെ സൈഡൊക്കെ ഒന്ന് കാണല്ലോ നിങ്ങൾക്ക്, നമ്മൾ ഇത്രയും പണി പെട്ടെന്നല്ലേ. അപ്പം ഇതാണിപ്പോൾ നമ്മളെ ഡെസ്കിൻ്റെ ഒരു സൈഡത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു ജേർണലിംഗ് പാർട്ട് കാണാം, ഇതിനെ കൂടി തന്നെ കാണാമല്ലോ. അപ്പം അതിന് വേണ്ടി ഞാൻ നല്ലൊരു ഫ്രഷ് പേജ് എടുക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ കയ്യിലുള്ള പഴയ ഒരു ഇംഗ്ലീഷ് ബുക്കിൻ്റെ ഒക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലുള്ളൊരു പേജ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 കോർണറിലായി കണ്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമ്മുടെ ബുക്കിൻ്റെ 2 കോർണറിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒട്ടിക്കാൻ ഏറ്റവും നല്ല പശ എന്ന് പറയുന്നത് ഫെവിക്കോളല്ല കേട്ടോ. ഇങ്ങനത്തെ പേപ്പേഴ്സൊക്കെ ഒട്ടിക്കാൻ, ചെറിയ പേപ്പേഴ്സൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ ഗമ്മുണ്ടല്ലോ, 5 രൂപക്കൊക്കെ കിട്ടുന്ന ഗ്ലൂ ഉണ്ടല്ലോ, അതൊക്കെ ഇതിന് നല്ലൊരു നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ നമ്മളെ ഫെവി സ്റ്റിക്ക് അതിന് 25 രൂപയുണ്ട്. അപ്പം അതിനെക്കാട്ടി നല്ലത് നമ്മളെ ഫെവി ഗം തന്നെയാണ്. ഇത് ഞാൻ 2 കോർണറിൽ ഒട്ടിച്ചതിന് ശേഷം പിന്നെ ഞാൻ എന്നോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റിക്കറിൻ്റെ ഒരു സെറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു ഫ്ലവറിൻ്റെ ഒരു സ്റ്റിക്കർ എടുത്ത് ഒരു സൈഡിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 ഗേൾ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു ഒപ്പം നിൽക്കുന്ന, അതൊന്ന് ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു വിൻറ്റേജ് സപ്ലൈസിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഗ്രീൻ വാഷി ടൈപ്പ് ഉണ്ട്. അപ്പം അതൊന്ന് സെൻട്രലായി കണ്ട് ഒട്ടിച്ചു. പിന്നെ ഒരു ഇതേപോലെ നമ്മൾ ബേൺ പേപ്പറും പിന്നെന്താ പറയുക ആ സ്റ്റിക്കർ എന്താ പറയുക മുകളിൽ ഒട്ടിക്കുന്ന ആ ഒരു സ്റ്റിക്കറും കൂടി തമ്മിൽ ഒട്ടിച്ചിട്ട് അതൊന്നൊരു സൈഡിൽ ഒട്ടിച്ചു. പിന്നെ ഒരു വിൻറ്റേജ് ഫ്ലവർ പോലത്തെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു. പിന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് പൊതി വാങ്ങിയപ്പം നമ്മൾ ആ ട്രാൻസ്പെറൻറ്റ് പൊതി ഉണ്ടല്ലോ ബുക്ക് കവർ, അത് വാങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നൊരു സ്റ്റിക്കറാണ്. അതിനൊരു വിൻറ്റേജ് തീം തോന്നിക്കുന്ന അത് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ എന്താ ഇതാളുള്ളതൊക്കെയാണ് കുത്തി കുറിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.